പിന്നെ സംശയം ഉന്നയിച്ചത് ഈ അമുസ്ലിം സ്ത്രീകളെ നമുക്ക് അടുക്കളയിൽ വേലക്കും അതുപോലെ തന്നെ പ്രസവത്തോടനുബന്ധിച്ചുള്ള ശുശ്രൂഷ ക്രിയകൾ ചെയ്യാനും ഈ അമുസ്ലിം സ്ത്രീകളെ നിർത്താൻ പറ്റുമോ എന്നുള്ളത് യാതൊരു വിരോധമില്ല. കാരണം അമുസ്ലിം സ്ത്രീകളുടെ നമ്മുടെ മുസ്ലിം സ്ത്രീകളുടെ മുടി അതുപോലെ മാർവിടം പോലുള്ള നഗ്നതകൾ അത് അമുസ്ലിം സ്ത്രീകൾക്ക് കാണാൻ പാടില്ല എന്നൊരു നിയമമില്ല. പക്ഷേ തെറ്റിദ്ധാരണ കടന്നുകൂടിയതാണ് സൂറത്തി നിസായില് വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ ലി ബുഊലത്തിഹിന്ന അങ്ങനെ തുടങ്ങി അവരുടെ സൗന്ദര്യം അവരുടെ ഭർത്താക്കന്മാർക്ക് പിതാക്കന്മാർക്ക് അതുപോലെ ഭാര്യന്റെ പിതാവിന് ഇവർക്കെല്ലാം അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഔ നിസാഇഹിന്ന എന്ന് പറഞ്ഞു, അവരുടെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ചില പണ്ഡിതന്മാർ തെറ്റിദ്ധരിച്ച ഔ നിസാഇഹിന്ന എന്ന് പറഞ്ഞാല് മുസ്ലിം സ്ത്രീകൾക്ക് എന്ന് തെറ്റിദ്ധരിച്ചതാ. ഒരിക്കലും മുസ്ലിം സ്ത്രീകൾ എന്നല്ല അവിടെ അർത്ഥം. ഇമാം റാസി റഹ്മത്തുള്ളാഹി തഫ്സീർ കബീർ പറഞ്ഞു അവരെ പോലുള്ള സ്ത്രീകൾ സ്ത്രീ വർഗം എന്നർത്ഥം. അപ്പൊ ഔ നിസാഹിന്ന എന്ന് പറഞ്ഞാൽ അവരെ പോലുള്ള സ്ത്രീ വർഗം എന്നേ ആയത്തിന് അർത്ഥമുള്ളൂ. കാരണം ശേഷമുള്ള വിഷയം പറയുന്നത് അവിത്താബിഗീന ഒരി ഉലിൽ ഇർബത്തി മിന റിജാലീത. അവിത്താബിഗീന സ്ത്രീകൾക്ക് ഇങ്ങനെ വേലയൊക്കെ ചെയ്ത് വീട്ടിലൊക്കെ മുതലാളിച്ച സ്ത്രീ ആണെങ്കിൽ കാർ ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും, ഇങ്ങനെ വീട്ടിലിങ്ങനെ പണിയൊക്കെ ചെയ്ത് നിൽക്കണ പെണ്ണുങ്ങളെ പിൻപറ്റി നടക്കണ പുരുഷന്മാര്. എങ്ങനത്തെ പുരുഷന്മാർ ഒരി ഉലിൽ ഇർബത്തി മിന റിജാലി, അതായത് അവർക്ക് ചതി വഞ്ചനല്ല, പ്രത്യേകിച്ച് വികാര പ്രകടനങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ വികാരമില്ലാത്തൊന്നും അർത്ഥം കൊടുത്തിട്ടുണ്ടെങ്കിലും ആവട്ടെ, പ്രത്യേകിച്ച് സ്ത്രീകളോട് പ്രത്യേകം വികാരമൊന്നുമില്ലാത്ത പുരുഷന്മാര്, അന്യപുരുഷന്മാര്, അവർക്ക് വരെ മുടി പോലുള്ള സീനത്തുകൾ അലങ്കാരം കാണിച്ചു കൊടുക്കാന്ന് പറയുമ്പം അത്രയും വികാരപ്രകടന മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടാവുകയില്ലല്ലോ. കാരണം ശേഷമുള്ള പറഞ്ഞത് സ്ത്രീകളെ വീട്ടിൽ ഇങ്ങനെ വേലക്കൊക്കെ നിൽക്കണ ചില വൃത്യന്മാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം വികാര പ്രകടനമൊന്നുമില്ല. അത്തരം പുരുഷന്മാർക്ക് വരെ വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് മുടി പോലുള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് കാണിക്കണിന് വിരോധമല്ല എന്ന് പറയാം. അപ്പൊ അമുസ്ലിങ്ങൾക്ക് ഷണ്ടന്റെ അത്രയും ഒരിക്കലും വികാരം ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ആയത്തിനെ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെയല്ല. പിന്നെ പാടില്ല എന്ന് പറഞ്ഞവരാകെ കാരണം പറഞ്ഞത് അമുസ്ലിം സ്ത്രീകൾ അങ്ങനെ മുസ്ലിം സ്ത്രീകളെ സൗന്ദര്യമൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഓരോ ഭർത്താക്കന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന ആ ദുസ്വഭാവമൊക്കെ അധികം മുസ്ലിം സ്ത്രീകൾക്കുള്ളത്. ഏഷണി പരദൂഷണം വേണ്ടാവൃത്തിയൊക്കെ നടത്തുന്നത് ഇന്ന് മുസ്ലിം സ്ത്രീകളെക്കാൾ കുറച്ചൊക്കെ കുറവ് അമുസ്ലിം സ്ത്രീകളില്ല. അപ്പൊ അമുസ്ലിം സ്ത്രീകൾ മുസ്ലിം സ്ത്രീന്റെ സൗന്ദര്യമായിട്ട് കണ്ടാൽ അതൊക്കെ ഇങ്ങോട്ട് ഭർത്താവിനോട് പറയുന്നൊക്കെ ചില കാരണങ്ങളൊക്കെ ഒപ്പിച്ചുണ്ടാക്കിയതാണ്. അതൊക്കെ അടിസ്ഥാനപരമായ കാരണം. അത്തരം സ്വഭാവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം, മുസ്ലിം സ്ത്രീകൾക്കുണ്ടാവാം, അമുസ്ലിം സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവാം. ആ മുസ്ലിം സ്ത്രീകൾക്കും കാണാൻ പാടില്ല എന്ന് പറയേണ്ടി ഒരു ഓളോളം പുള്ളിയാപ്പളിനോട് പറഞ്ഞു കൊടുത്താലോ. ഇങ്ങനെ ചില കാരണങ്ങൾ അടിസ്ഥാന കാരണങ്ങളാണ്. അപ്പൊ അതിനൊന്നും വിരോധമല്ല. കാരണം ചിലപ്പോ മുസ്ലിം സ്ത്രീകളെക്കാൾ വിശ്വസിക്കാൻ പറ്റിയ സ്നേഹിതന്മാര് അമുസ്ലിം സ്ത്രീകളാണ്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. മുസ്ലിം സ്ത്രീനെ നിർത്തിയിട്ടൊക്കെ കട്ടുണ്ടുകയാണ് ദിവസവും, എന്തെങ്കിലുമൊക്കെ കട്ടുണ്ടാവും. നേരെ മറിച്ച് നായർ സ്ത്രീനെ നിർത്തിയാലോ വളരെ ശുദ്ധമായ നിലക്ക് നല്ല വിശ്വസനീയമായ നിലക്ക് പെരുമാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നബിസ്ലാസങ്ങൾക്കറിയാം ഹിജ്റ പോയപ്പോഴേ നബിസ്ലാസ ഹിജ്റ പോയ സമയത്ത് തന്റെ ഒട്ടകത്തെയും അബൂബക്കറിന്റെ ഒട്ടകത്തെയും കൊണ്ടുവരാൻ വേണ്ടി അബ്ദുല്ലാഹിബിൻ ഉറൈഖ് എന്ന മുശ്രിക്കിനെ ഏൽപ്പിച്ചത്. 3 ദിവസം സൗറ് ഗുഹയിൽ ഒളിച്ചിരിക്കും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞാൽ ഒട്ടകത്തിയായിട്ട് മദീനത്തേക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞ് തന്റെ ഒട്ടകത്തെ അബൂബക്കറിന്റെ ഒട്ടകത്തെ നബി ഏൽപ്പിച്ചത് ഒരു മുശ്രിക്കിനെ ആയിരുന്നു. കാരണം വിശ്വസിക്കാൻ പറ്റുമായിരുന്നു, ഓന് മദീനത്തേക്കുള്ള വഴി അറിയാം. അപ്പൊ ആ കാരണത്താൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രഹസ്യം വരെ, പ്രധാന രഹസ്യം വരെ ആ മുസ്ലിമിനെ എന്താണ് ഏൽപ്പിച്ചിട്ട് പറയാണ്. അപ്പൊ അതിന് വിരോധമല്ല എന്നർത്ഥം.